പരിശുദ്ധ ഖുർആൻ ഓതുന്നത് വല്ലാത്ത പുണ്യമാണ്. ഉസൈർ ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല പറയുകയാണ്, നബിയെ ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ, ഒരു രാത്രി പോലും എനിക്ക് ഓതാതിരിക്കാൻ കഴിയില്ല, ഒരു പകല് പോലും എനിക്ക് ഓതാതിരിക്കാൻ കഴിയില്ല. മുത്തുനബിയെ ഞാൻ ആ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ കുതിരകളെ എന്റെ റൂമിന്റെ അകത്ത് കുതിരാലയത്തിലിരുന്നാണ് ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. ആ കുതിരകൾ കിടന്ന് വിരളാൻ തുടങ്ങി. നബിയെ എന്തിനാണ് കുതിര കിടന്ന് വിരളുന്നത്, എന്തിനാണ് കിടന്ന് ഞരങ്ങുന്നത് എനിക്കറിയില്ല. എന്റെ പൊന്നുമോനെ തൊട്ടിന് കെട്ടി അടുത്ത് കിടത്തിയിരിക്കുകയാ. കുതിരയുടെ കുളമ്പ് കൊണ്ട് എന്റെ മക്കൾ മോനെ ചവിട്ടുമോ, എന്റെ എറിയുന്ന പൊന്നുമോനെ ചവിട്ടുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. അതുകൊണ്ട് നബിയെ ഞാൻ ഖുർആനോദൽ അവസാനിപ്പിക്കുമ്പോ കുതിര ചാട്ടം നിർത്തുകയാണ്, കുതിരയുടെ വിരളിൽ നിന്ന് പോവുകയാണ്. വീണ്ടും ഞാൻ ഖുർആൻ ഓതി തുടങ്ങുമ്പോ കുതിര വിളറി പിടിക്കാൻ തുടങ്ങുകയാണ്. എന്തേ കാരണമെന്നറിയോ, കുതിരാലയത്തിന്റെ ചുറ്റും ഞാൻ കറങ്ങി നടന്ന് നോക്കി, ഒന്നുമില്ല നബിയേ. അവസാനം ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയപ്പോ ഒരു കാർമേഘ കൂട്ടം പോലെ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്നു നബിയേ. അതെന്താണെന്ന് ചോദിക്കാനാ ഓടി വന്നത്. എന്ത് ചോദ്യത്തിനും മറുപടി തരുന്ന നബിയേ, എന്ത് ആശങ്കകൾക്കും വിരാമമിട്ട് തരുന്ന നബിയേ, അവിടുന്ന് പറയണം നബിയേ, എന്താണ് നിന്റെ കാരണമെന്ന് പറയണം നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ ഓതിക്കൊണ്ടിരുന്നപ്പോ ആകാശ ലോകത്തിരുന്ന റഹ്മത്തിന്റെ മാലാഖമാർ നിനക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളും കൊണ്ട് ഇറങ്ങി വന്നതാ. അതെല്ലാവർക്കും കാണാൻ കഴിയില്ല, അതെല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയില്ല. ഈ സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു നിനക്ക് കേൾപ്പിച്ചു തന്നതാണ്, കാണിച്ചു തന്നതാണ്. ഹുസൈറേ, നീ ഓതിക്കൊണ്ടിരുന്നിരുന്നെങ്കിൽ, നീ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ആ റഹ്മത്ത് മുഴുവനും നിന്റെ മുകളിലേക്ക് വന്നിറങ്ങുമായിരുന്നു. പക്ഷേ നീ നിർത്തിയപ്പോൾ തിരികെ കയറിപ്പോയല്ലോ. ഉസൈർ ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങളോട് ചെയ്ത സൂറത്താ ഓതിയത്, ഏതായത്താ ഓതിയത്? ഉമ്മാ, ഇന്നു മുതൽ നിങ്ങൾക്ക് പാരായണം ചെയ്യുമോ? 70,000 മലക്കുകളാണ് ആ സൂറത്തോടുന്നവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നത്. സിനിമ കണ്ടിറങ്ങുന്ന ചെറുപ്പക്കാരാ, പാണ്ഡിയുടെ രസമുള്ള നഗ്നവേദിയുടെ ആട്ടം കണ്ട് പാട്ട് കണ്ട് കിടന്നിറങ്ങുന്ന ചെറുപ്പക്കാരാ, ഒരേ സുന്ദരികളുടെ കൊഴുത്ത ശരീരത്തിന്റെ ആ ആട്ടം കണ്ടിട്ട് ആഹ്ലാദിച്ച് ആനന്ദിച്ച് രസിച്ച് കിടന്നിറങ്ങുന്ന, റിമോട്ട് വലിച്ചെറിഞ്ഞ് കല്ലുകൊടിച്ച് നായ്ക്കൾ റോഡിൽ കിടക്കുന്ന പോലെ കിടന്നിറങ്ങുന്ന ചെറുപ്പക്കാരാ, 70,000 മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യണോ മോനെ? തീരുമാനിക്ക ചെറുപ്പക്കാരാ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകാനുള്ളവരാണ്. അറ്റാക്ക് വന്നാല് കഴിഞ്ഞില്ലേ, നെഞ്ചുവേദന വന്നാല് കഴിഞ്ഞില്ലേ, ബ്രെയിൻ ട്യൂമർ വന്നാല് കഴിഞ്ഞില്ലേ. അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങളെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കണേയല്ല. എന്റെ സഹോദരിമാരെ, ഖുർആനിലേക്ക് മടങ്ങി വന്നു. ആഴ്ചപ്പതിപ്പുകളെ വലിച്ചെറിയുക, ആൽബം കാസറ്റുകളെ കബറടക്കുക, സിനിമാ കാസറ്റുകളെ നശിപ്പിച്ചു കളയുക. എന്നിട്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങിക്കോ. ആ പ്രിയപ്പെട്ട സഹാബി പാരായണം ചെയ്തുകൊണ്ടിരുന്ന സൂറത്തേതെന്നറിയോ? ആ സൂറത്തിൽ രാത്രിയിൽ നീ ഓടിയിട്ട് കിടന്നാൽ നേരം പുലരുന്നത് വരെ, സുബഹി ബാങ്കിന്റെ സമയം വരെ 70,000 മാലാഖമാരാണ്. നൗഷാദ് വാക്കിന് എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ സ്വർണ്ണമൂരിത്തരുന്ന പെണ്ണേ, സ്വതക്ക പറയുന്ന സമുദായമേ, 70,000 മലക്കുകൾ എന്നും നിനക്ക് വേണ്ടി പാപമോചനം തേടുന്ന, നിനക്ക് വേണ്ടി റഹ്മത്ത് ചോദിക്കുന്ന ഒരു സൂറത്താണ് ഉസൈർ റളിയല്ലാഹു തആല ഓതിക്കൊണ്ടിരുന്നത്. അത് ഏത് സൂറത്തെന്നറിയോ? ഖുർആനിന്റെ മണവാൾ എന്നറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട്. അറിയില്ലേ എന്റെ പ്രിയപ്പെട്ട സമുദായത്തിനറിയില്ലേ? കേൾക്കാൻ നല്ല രസമുള്ള, പാരായണം ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു സൂറത്താണ് സൂറത്ത് റഹ്മാൻ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. എത്ര ഭംഗിയാണ് ഉമ്മമാരെ! എന്നെ
വെറുത്തുപോയ ഉമ്മ, ഒരു സീരിയല് വന്നപ്പോ ഖുർആൻ വെറുത്തുപോയെന്തേ ഉമ്മ, റിയാലിറ്റി ഷോ വന്നപ്പോ അള്ളാന്റെ സൂറത്ത് റഹ്മാൻ മറന്നുപോയെന്തേ ഉമ്മ, നിന്റെ മക്കൾ വിദേശത്ത് പോയി പണമയച്ചു തന്നപ്പോ ഖുർആൻ നീ വലിച്ചെറിഞ്ഞതെന്തേ ചെറുപ്പക്കാരാ, നിന്റെ കുടുംബത്തിൽ പണവും പദവിയും പവറും വന്നപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ മാറ്റിവെച്ചതെന്തേ ഉമ്മ. പാടില്ല ഉമ്മ, മടങ്ങി വരണമെന്ന ഈ രാത്രി അതിനൊരു വിരാമപ്പെടുത്ത ഉമ്മ. ഈ പാതിരാ സമയത്തിന് അവസാനമാകവി ഖുർആനിന്റെ പ്രഭാഷണം നടത്തി അത്തിപ്പറ്റയുടെ സരസിൽ നിന്നുകൊണ്ട് പറയുകയാ, മഹാന്മാരായ പണ്ഡിതന്മാർ ദുആക്ക് നേതൃത്വം കൊടുത്തിട്ട് ഇറങ്ങിപ്പോരാ അനുഗ്രഹത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് പറയുകയാ, ഇന്നു മുതൽ അർറഹ്മാൻ ഓരാതെ ഉറങ്ങൂല്ല, വാക്കിയ ഓരാതെ ഉറങ്ങൂല്ല, യാസീൻ ഓരാതെ